ഹായ്, നമ്മുടെ CS എക്സിക്യൂട്ടീവിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സെക്യൂരിറ്റീസ് ലോസ് എന്ന് പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ്. കാരണം ഒരു കമ്പനി സെക്രട്ടറിയുടെ പ്രൊഫഷനെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരുന്ന ഈ ഒരു സെക്യൂരിറ്റി ലോയിലാണ്. കാരണം നമ്മുടെ ഇമ്പോർട്ടൻസ് വരുന്നത് കോർപ്പറേറ്റ് ഗവേണൻസിലാണ്. സോ അതിലൊരു പാർട്ടാണ് ഈ സെക്യൂരിറ്റി ലോ എന്ന് പറയുന്നത്. ഓക്കെ, ലിസ്റ്റഡ് കമ്പനീസ് ഒരുപാട് ഓരോ ദിവസവും ഓരോന്നായിട്ട് ലിസ്റ്റഡ് കമ്പനീസ് വരുന്നുണ്ട്. സോ എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ലോ ആണ് സെക്യൂരിറ്റി ലോ. ഓക്കെ, സോ അതിൽ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഫോളോ ചെയ്യേണ്ട റെഗുലേഷൻസ് ആണ് ICDR റെഗുലേഷൻ, ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് റെഗുലേഷൻ. സോ അതിൽ നമ്മൾ പഠിക്കുന്നത് എന്താ? നമ്മൾ IPO കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ കാണുന്നൊരു ടേം ആണ് ഈ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. ഓക്കെ, സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്താന്നുള്ളത്. അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് മീൻസ് എ പ്രോസ്പെക്ടസ് വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് കംപ്ലീറ്റ് പർട്ടിക്കുലേഴ്സ് ഓഫ് ക്വാണ്ടം ഓർ പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡഡ്. ഓക്കെ, സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നത് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ഒരു പ്രോസ്പെക്ടസ് ആണ്. അതിൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഇല്ല. പ്രൈസിനെ കുറിച്ചോ എത്ര ഷെയർ ആണ് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് പർട്ടിക്കുലേഴ്സ് ഇല്ല എന്നാണ് നിങ്ങൾ ആ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ കാണുന്നത്. സോ പലർക്കും ഡൗട്ട് ആയിട്ടുണ്ടാവും, അപ്പൊ എന്താണ് പ്രൈസ് കൊടുക്കേണ്ടത്, എന്തുകൊണ്ടാണ് പ്രൈസ് കൊടുക്കാത്തത്, എന്തുകൊണ്ടാണ് അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഷെയർസ് കാണിക്കാത്തത്, എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ. സെബി ആണല്ലോ ഇതൊക്കെ തീരുമാനിക്കുന്നത്, വെറും ഒരു റീസൺ ഇല്ലാതെ പറയില്ലല്ലോ. സോ റീസൺ ഉണ്ട്. നമുക്കറിയാം IPO എന്ന് പറയുന്നത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ്. കമ്പനിയുടെ ഷെയർ ഫസ്റ്റ് ടൈം ആയിട്ട് പബ്ലിക്കിന് കൊടുക്കുന്നതാണ് ഈ IPO എന്ന് പറയുന്നത്. സോ അതിൽ രണ്ട് മെത്തേഡ് ഓഫ് പ്രൈസിങ് ഉണ്ട്. IPOയിൽ നമ്മൾ ഷെയർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് വരും? പൈസ വരും. സോ അതിനൊരു വാല്യൂ ഉണ്ട്. സോ ആ പൈസ എത്രയാണ് പൈസ വരേണ്ടത്, അതിനെയാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. എത്ര രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യേണ്ടത്, പ്രൈസിംഗ് എന്ന് പറയും. സോ ആ പ്രൈസിംഗ് നമുക്ക് രണ്ട് രീതിയിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ഒന്ന് ഫിക്സഡ് പ്രൈസ് മെത്തേഡ്, പിന്നൊന്ന് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. ഓക്കെ, ഈ സെബി നമ്മുടെ ICDRൽ രണ്ട് മെത്തേഡാണ് പറയുന്നത്. ഒന്ന് ഫിക്സഡ് പ്രൈസ് മെത്തേഡ്, പിന്നൊന്ന് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. എന്താണ് ഈ ഫിക്സഡ് പ്രൈസ് മെത്തേഡ് എന്ന് വെച്ചാൽ, ഇപ്പൊ കമ്പനി 100 ഷെയർ ആണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നതെങ്കിൽ 100 ഷെയർ ആണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരു ഷെയറിന് 10 രൂപ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 100 × 10 വിച്ച് ഈസ് ഈക്വൽ ടു 1000 രൂപ. അപ്പൊ കമ്പനിക്ക് 1000 രൂപ കിട്ടും. ഓക്കെ, സോ IPO എന്ന് പറയുന്നത് ആൻ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഓഫ് 100 ഷെയർസ് ഓഫ് ₹10 amounting to 1000 rupees. സോ ആ കമ്പനിയുടെ IPO എന്ന് പറയുന്നത് 1000 റുപ്പീസിന്റെ IPO ആണ്. സോ ഇതൊന്ന് നോക്കിയേ, കമ്പനി എത്ര ഷെയർ ആ കൊടുക്കുന്നുണ്ട്, ക്വാണ്ടം ഓഫ് സെക്യൂരിറ്റി എത്ര സെക്യൂരിറ്റിയാ കൊടുക്കുന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. 100 ഷെയർസ്. പ്രൈസ് ഓഫ് സെക്യൂരിറ്റി 10 ഷെയർ ആണെന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിന്റെ ആവശ്യം വരുന്നില്ല. കാരണം എന്താ? ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ ആണ്. പക്ഷേ വേറൊരു ടൈപ്പ് ഓഫ് ഇഷ്യൂ ഉണ്ട്, അതിന്റെ പേരാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. ബുക്ക് ബിൽഡിംഗ് മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്യില്ല, പകരം ഒരു പ്രൈസ് ബാൻഡ് ആണ് ഫിക്സ് ചെയ്യുക. ആ പ്രൈസ് ബാൻഡിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പ്രൈസിന് അപ്ലിക്കേഷൻ തന്നിട്ട് ലാസ്റ്റ് ഡേ അറിയാൻ പറ്റുള്ളൂ ഏത് പ്രൈസിനാണ് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന്. സോ നമുക്ക് നോക്കാം. സോ ബുക്ക് ബിൽഡിംഗ് മെത്തേഡിൽ ഇപ്പൊ സപ്പോസ് ഒരു കമ്പനി വന്നിട്ട് 100 ഷെയർ ആണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 100 ഷെയർ ആണ് കമ്പനി ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. ആ കമ്പനിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 100 മുതൽ 110 രൂപ വരെയാണ് പ്രൈസ് എന്ന് വെച്ചോ. 100 മുതൽ 110 രൂപ വരെയാണ് പ്രൈസ്. ഇതാനെയാണ് നമ്മൾ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. പ്രൈസ് ബാൻഡ് നമ്മുടെ ICDRൽ പറയുന്നുണ്ട്. എന്താണ് പ്രൈസ് ബാൻഡ് എന്നൊക്കെ ICDRൽ പറയുന്നുണ്ട്. ഓക്കെ, സോ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നതിൽ നമുക്കൊരു ഫ്ലോർ പ്രൈസും ഉണ്ട്, ഒരു ക്യാപ് പ്രൈസും ഉണ്ട്. ഓക്കെ, സോ ലോ പ്രൈസ് ഉണ്ട്, ഹൈ പ്രൈസ് ഉണ്ട്. ഇതിനുള്ളിൽ ഏത് പ്രൈസിന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക്കിന് ഷെയർ അപ്ലിക്കേഷൻ തരാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിനുള്ളിൽ ഏത് പ്രൈസിന് വേണമെങ്കിലും തരാം. ഓക്കെ, ഇപ്പൊ നമ്മൾ 100 ഷെയർ അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ 100 മുതൽ 110 വരെ അല്ലേ. അപ്പൊ 100, 101, 102, 103, പിന്നെ 100 അങ്ങനെ താഴേക്ക് പോയിട്ട് 108, 109, 110. ഇതിൽ ഏത് പ്രൈസിന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഷെയർ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സപ്പോസ്
ഒരു 100 രൂപയ്ക്കാണ് അവർ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, എല്ലാവരും 100 രൂപയ്ക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയായിരിക്കും? 100 ഷെയർ ഇൻറ്റു 100 രൂപ വിച്ച് ഈസ് ഈക്വൽ ടു 10,000 രൂപ. അങ്ങനെ ടോട്ടൽ കമ്പനിക്ക് കിട്ടാൻ പോകുന്നത് 10,000 റുപ്പീസ് ആയിരിക്കും. ഓക്കെ, ചിലപ്പോ എല്ലാവരും 101 അപ്ലൈ ചെയ്തത്. സോ ഷെയറിന്റെ പ്രൈസ്, നമ്പർ ഓഫ് ഷെയർസ് 100 ഇൻറ്റു 101 വിച്ച് ഈസ് ഈക്വൽ ടു 10100. 10,100 രൂപയായിരിക്കും ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത്. സോ മാറുന്നത് കണ്ടോ? കാരണം ബുക്ക് ബിൽഡിംഗ് ആവുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ എത്ര രൂപയ്ക്കാണ് ഷെയർ കൊടുത്തതെന്നോ അല്ലെങ്കിൽ എത്ര ഷെയർ ആണ് ഇഷ്യൂ ചെയ്തതെന്നോ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ചില സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ കമ്പനി നമ്പർ ഓഫ് ഷെയർസ് ഫിക്സ് ചെയ്ത് വെക്കില്ല. ഞങ്ങൾക്ക് ആവശ്യം 10,000 റുപ്പീസ് ആണ്. 10,000 റുപ്പീസിന് എത്ര ഷെയർ കൊടുക്കണോ അത്രയും കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. സോ 10,000 ഷെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ഷെയറിന് 100 രൂപ ഇട്ട് കൊടുത്താൽ എത്ര ഷെയർ കൊടുക്കേണ്ടി വരും? 10,000 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 100 ഷെയർസ് കൊടുക്കേണ്ടി വരും. സോ ഇവിടെ 100 കിട്ടി. ഇനിയിപ്പോൾ 101 ആണെങ്കിലോ 101 കൊടുക്കുന്നതെങ്കിൽ 10,000 ഡിവൈഡഡ് ബൈ 101 ചെയ്യും. അപ്പോൾ 100ന്റെ താഴെയായിരിക്കും നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്, ലെസ് ദാൻ 100 ആയിരിക്കും. സോ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് ഉള്ളത് കൊണ്ട് പ്രൈസോ ക്വാണ്ടിറ്റി ഓഫ് ഷെയർസോ ഫിക്സ് ചെയ്യാൻ പറ്റാത്തൊരു കേസിനെയാണ് നമ്മൾ RHP ഇഷ്യൂ ചെയ്യുന്നത്. സോ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ വന്നിട്ട് എന്താ പറയുന്നത്? മീൻസ് എ പ്രോസ്പെക്ടസ് വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് കംപ്ലീറ്റ് പർട്ടിക്കുലേഴ്സ് ഓഫ് ക്വാണ്ടം ഓർ പ്രൈസ് ഓഫ് ദി സെക്യൂരിറ്റീസ്. ക്വാണ്ടിറ്റിയെ കുറിച്ചോ പ്രൈസിനെ കുറിച്ചോ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇല്ലാത്ത തരം പ്രോസ്പെക്ടസ് ആണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ റീസെൻ്റ്ലി അല്ല, 1.5 വർഷം മുന്നേ കഴിഞ്ഞ സ്വിഗ്ഗി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു IPO ആണിത്. സ്വിഗ്ഗി കേട്ടിട്ടുണ്ടാവും, എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. സോ സ്വിഗ്ഗിയുടെ IPOയിൽ നമുക്ക് നോക്കാം. IPOയിൽ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രഷ് ഇഷ്യൂ ആണ്. ഓഫർ ഫോർ സെയിൽ ഉണ്ട്. ആ ഷെയർസിന്റെ ഫ്രഷ് ഇഷ്യൂ ഓഫ് അപ് ടു ഡോട്ട് ഇക്വിറ്റി ഷെയർസ്. കണ്ടോ, ഫില്ലല്ല. എത്ര ഇക്വിറ്റി ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത് പറയുന്നില്ല. വാല്യൂ ഓഫ് റുപ്പീസ് 1 ഈച്ച്. ഫേസ് വാല്യൂ 1 ഈച്ച് നമുക്കറിയാം. ഫേസ് വാല്യൂ കുഴപ്പമില്ല, ഫേസ് വാല്യൂ ഉണ്ടാവും. പക്ഷെ മാർക്കറ്റ് ഈ ഇഷ്യൂ പ്രൈസ് ആണ് അറിയേണ്ടത്. അഗ്രിഗേറ്റിംഗ് അപ് ടു 44,900 മില്യൺ. സോ കമ്പനിക്ക് എന്താ വേണ്ടത്? 44,990 മില്യൺ എന്ന് വെച്ചാൽ അറൌണ്ട് 4,499 കോടിയാണ് വേണ്ടത്. 4,500 കോടിയാണ് IPO വേണ്ടത്. 4,500 കോടി കിട്ടാൻ വേണ്ടി എത്ര ഷെയർ വേണമെങ്കിലും അവർ ഇഷ്യൂ ചെയ്യും. ഓക്കെ, സോ ഇവിടെ പ്രൈസ് ഫിക്സ്ഡ് അല്ല. സോ ഇങ്ങനെ ഇവിടെ ഡോട്ട് കണ്ടില്ലേ? അതേപോലെ ഓഫർ ഫോർ സെയിലിന്റെ കേസിലും അപ് ടു ടോട്ടൽ ഓഫർ അപ് ടു ഡാഷ് ഇക്വിറ്റി ഷെയർസ് അഗ്രിഗേറ്റിംഗ് ടു ഡാഷ് മില്യൺ. ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്ന വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഓഫർ ഫോർ സെയിൽ. അവർ എത്ര ഷെയറാ കൊടുക്കേണ്ടതെന്ന് ഫിക്സ്ഡ് ആണ്, പക്ഷെ എത്ര രൂപയ്ക്ക് കൊടുക്കണമെന്ന് ഫിക്സ്ഡ് അല്ല. കാരണം എന്താ? IPO പ്രൈസ് ഫിക്സ് ആയിട്ടില്ല. ഓക്കെ, സോ ഇങ്ങനെ RHP ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടില്ല. IPO കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. സോ ആ ഡീറ്റെയിൽസ് ഇല്ലാത്തത് കൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രോസ്പെക്ടസ് ആണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. ആ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് നമ്മൾ ഫയൽ ചെയ്യുന്നത് നമ്മുടെ ROCയുടെ അടുത്താണ്, രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ അടുത്താണ് നമ്മൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യുക. ക്ലിയർ ആയി? സോ എന്തുകൊണ്ടാണ് പ്രൈസും ക്വാണ്ടിറ്റിയും ഫിക്സ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ പ്രൈസും ക്വാണ്ടിറ്റിയും ഇല്ലാത്ത ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. ക്ലിയർ? യെസ്, താങ്ക് യു.